നമസ്കാരം. ULM കേരള ചാനലിലേക്ക് സ്വാഗതം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. എല്ലാ ജനങ്ങളും കാണേണ്ട ഒഴിച്ചുകൂടാനാകാത്ത വീഡിയോ ആണ് ഇത്. ജനങ്ങളിൽ അനുഭവിച്ചു വരുന്ന ജീവിത സാഹചര്യം തുറന്നു കാട്ടുന്ന വീഡിയോ ആണ് ഇത്. മാത്രമല്ല, ഏവരുടെയും കണ്ണു തുറപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോ. പശുക്കുട്ടിക്കറിയാം മൂത്രമല്ല പാലാണ് കുടിക്കേണ്ടത് എന്നതാണ് വിഷയം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പോകാം വീഡിയോയിലേക്ക്. അറിയാം, ഇന്ത്യയിൽ ജനസംഖ്യയുടെ കേവലം 10% പേർ മാത്രം ധനികരും ബാക്കി 90% പേർ ദരിദ്ര അടിമകളും ആണ് എന്ന്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഇവരാരും തന്നെ ധനികരാകണമെന്നോ ദരിദ്ര അടിമകളാകണമെന്നോ ഉള്ള ആഗ്രഹത്തോടെയോ ഇഷ്ടത്തോടെയോ അല്ല അടിമകളും ദരിദ്രരും ധനികരും ആയത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇവിടുത്തെ കപട രാഷ്ട്രീയ ഭരണ ജുഡീഷ്യറി സംവിധാനമാണ്. ഇതിൽ ഏറെ രസകരമായ കാര്യം എന്തെന്നാൽ, ഇതിനായി ജനക്ഷേമ സേവന സംരക്ഷണമെന്ന മോഹന വാഗ്ദാന പെരുമഴയിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ പേരിലും മറയിലും ആണ് ജനങ്ങൾ ഇന്ന് അനുഭവിച്ചു വരുന്ന അടിമത്വ ജീവിത സാഹചര്യം ബോധപൂർവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനു വേണ്ടി ജനങ്ങളുടെ മതവിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ തെളിവാണ് പരിശുദ്ധമായ പശുവിൻ പാൽ ഭയഭക്തിയോടെ നദിയിൽ ഒഴുക്കിക്കളഞ്ഞിട്ട് പശുവിൻ്റെ മൂത്രം പവിത്രമാണ് എന്ന കപട നിഗൂഢ പ്രചരണം നടത്തി ജനങ്ങളെ പശുവിൻ്റെ മൂത്രം കുടിപ്പിക്കുകയും ചാണകം തീറ്റിക്കുകയും ചെയ്തു വരുന്ന സാഹചര്യമാണ് എന്നുള്ളതാൽ, ഇതിന് വിപരീതമായി പിറന്ന വീണ പശുക്കുട്ടി നമുക്ക് കാട്ടിത്തന്ന് പറയുന്നു, മൂത്രമല്ല പാലാണ് കുടിക്കേണ്ടതെന്ന്. നമുക്ക് ആ പശുക്കുട്ടിക്ക് മുന്നിൽ തലകുനിക്കാം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.